എല്ലാവർക്കും നമസ്കാരം. ഇത് ഫിലിം സ്റ്റോറി മാൻ മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഗാട്ട ഗുസ്തി 2 ഇതിൻ്റെ ആദ്യ ഭാഗം വളരെ മനോഹരമായിരുന്നു. അത് പ്രേക്ഷകരെല്ലാം ഇരുകൈ നീട്ടി സ്വീകരിച്ച ചിത്രമായിരുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിഷ്ണു വിശാൽ എന്ന നടൻ നല്ലൊരു വേഷമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ രൂപത്തിനും ഭാവത്തിനും ഒത്ത് നല്ല വേഷം കൊടുത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീനൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഐശ്വര്യലക്ഷ്മി തമിഴിലും നന്നായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. പിന്നെ അതിൽ അഭിനയിച്ചിരുന്ന ഒരു ബാലതാരമുണ്ട്, സെറ. ആ കുട്ടി ആണ് ഈ ചിത്രം ലീഡ് ചെയ്യുന്നത്. കൂടാതെ ഇതിൽ ആക്ഷൻ രംഗങ്ങളുണ്ട്. ഐശ്വര്യലക്ഷ്മി വളരെ ഒരുപാട് നല്ലപോലെ പ്രയത്നിച്ച് തന്നെയാണ് ഐശ്വര്യലക്ഷ്മി ഇതിലെ ഓരോ സീക്വൻസും എടുത്തിരിക്കുന്നത്. കാരണം അത്രയ്ക്കും നല്ല ആത്മാർത്ഥതയോട് ഡയറക്ടർ പറയുന്ന രീതിയിൽ അതിലെല്ലാം അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, ഇപ്പോൾ വിഷ്ണു വിശാലാണെങ്കിലും നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ബ്ലാസ്റ്റിന് ശേഷം വീണ്ടും മറ്റൊരു എന്താ പറയുന്നത്, കേരളത്തിലെ കുട്ടികൾക്ക് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ്. കൂടാതെ ദമ്പതിമാർക്ക്, വിവാഹിതരായവർക്ക്, വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്കെ പറ്റിയൊരു സന്ദേശം ഈ ചിത്രത്തിൽ നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ രമ്യകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന നടി, ഇപ്പോൾ ബാഹുബലിയിൽ രമ്യകൃഷ്ണൻ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാവുന്ന കഥാപാത്രമാണ്. ആ രമ്യകൃഷ്ണന് നല്ലൊരു അടിപൊളി ക്യാരക്ടർ വേഷം കൊടുത്ത് നല്ലൊരു വേഷം അവർ ചെയ്തിരിക്കുന്നു. അവരെ വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം അത്രയ്ക്കും നല്ല പെർഫെക്റ്റായിട്ടാണ് രമ്യകൃഷ്ണൻ ഇപ്പോഴും അന്ന് നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന ആ രൂപം തന്നെ അവരുടെ അഭിനയവും ഒക്കെ ഒന്നും കൂടെ മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം വളരെ മനോഹരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സന്ദേശം, ബ്ലാസ്റ്റിന് ശേഷം കേരളത്തിലെ പെൺകുട്ടികൾക്ക് നല്ലൊരു സന്ദേശം നൽകുന്നൊരു ചിത്രമാണ്. പിന്നെ ദമ്പതിമാർക്ക് നല്ലൊരു സന്ദേശം നൽകുന്ന ചിത്രമാണ്. പിന്നെ ഇതിൽ അടിപൊളി ഗാനങ്ങളുണ്ട്. ലൊക്കേഷനൊക്കെ ആണെങ്കിൽ അടിമനോഹരമാണ്. പിന്നെ എൻ്റെ DOP, പിന്നെ ഇതിൽ മുൻകാലങ്ങളിലുള്ള പഴയ ആക്ടേഴ്സ് ഉണ്ട്, നടന്മാരൊക്കെ. അതായത് അവർ ഓരോ സൈഡ് റോൾ അല്ലെങ്കിൽ മെയിൻ അല്ല, സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നവരൊക്കെ നല്ല വേഷങ്ങൾ, അവരെയൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ഇപ്പോൾ യോഗി ബാബുവിനെയൊക്കെ നമ്മൾ ഗുരുവായൂരമ്പലനടയിലാണ് കണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അദ്ദേഹം ക്ലൈമാക്സ് സീനിൽ അടിപൊളിയായിട്ട് നല്ലൊരു ഡയലോഗ്, പിന്നെ ഇതിൽ മലയാള തനിമയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മലയാള ഭാഷയും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രങ്ങളൊക്കെയാണ് ഐശ്വര്യലക്ഷ്മിയുടെയും വിഷ്ണു വിശാലിൻ്റെയും. അപ്പോൾ ഈ ചിത്രം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ നല്ല രസമുള്ള ഒരു ചിത്രമാണ്. നല്ലൊരു സന്ദേശം. ആ ബാലതാരത്തിന് നമുക്ക് കണ്ടാൽ അത്രയും മനോഹരമായിട്ടാണ് ആ ബാലതാരം അഭിനയിച്ചിരിക്കുന്നത്, സെറ എന്ന ആ പെൺകുട്ടി. ആയാലും ഈ ചിത്രം എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലൊരു സന്ദേശം ഉൾക്കൊള്ളാൻ പറ്റും. പ്രത്യേകിച്ച് വിവാഹിതരായവരും പിന്നെ ഈ വിവാഹമോചനം തേടി നടക്കുന്നവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം കുട്ടികളുടെ ആ ബുദ്ധിമുട്ടും പ്രയാസവും ആ കുട്ടി ഇതിലൂടെ വിളിച്ചറിയിക്കുന്നത് നല്ലൊരു സന്ദേശമുണ്ട്. കാരണം ഭാര്യ ഭർത്താക്കന്മാർ തെറ്റിപ്പിരിയുമ്പോൾ ഇതിൻ്റെ വേദനകൾ മുഴുവനും അനുഭവിക്കുന്നത് അവരുടെ മക്കളാണ്. ആ മക്കളുടെ വിഷമം ആരും എന്താണെന്നുള്ള ചോദ്യം ചെയ്യുന്നില്ല, അതൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു നല്ലൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം ഗാട്ട ഗുസ്തി 2 എല്ലാവരും പോയി തിയേറ്ററിൽ പോയി തന്നെ കാണുക. നല്ലൊരു സന്ദേശം കിട്ടുന്ന ചിത്രമാണ്. താങ്ക് യു.